അല്ലാണ്ട് ഒറ്റ ദിവസം കഴിക്കാനുള്ള വയറില്ല. വീട്ടിൽ ചെന്നിട്ട് 8 മണിക്ക് അറിയാവോടാ? അയ്യോടാ കുഞ്ഞു ആ ഇവളാണോ നിന്റെ പടച്ചി? അപ്പൊ കൂട്ടുകാരെ, നമ്മള് ജെ എന്ന ലെറ്ററിൽ നിന്നും ആണെങ്കിൽ അത് പറന്നത് റബ്ബർ തോട്ടത്തിൽ കൂടെ ചാടി ഓടിക്കളഞ്ഞ് പറന്നുപോയി. പറഞ്ഞേ ഉള്ളൂ, ഇത് പറന്ന് കാട്ടിരുന്ന് കാണൂല. പറന്നു പോയാലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് കാട്ടിൽ കയറി കിടക്കണ കോഴിയാന്ന് ഞാൻ പറഞ്ഞത്. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളെ അതെ ആൻസിന്റെ സ്വാഗതം. ഞങ്ങളെ തൊടുപുഴയ്ക്ക് പോവാണ് കേട്ടോ. നേരത്തെ പോകണം. എന്ന് സന്ധ്യ ആകുമ്പോ പോകും. ഇത് സന്ധ്യ ആകുമ്പോ പോകുമ്പോ പറ്റത്തില്ല മക്കളെ, കാരണം 5-5:15 കട അടച്ചു പോകും. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടിലേക്ക് കുറച്ച് സംഭാവന കൂടി നൽകാനായിട്ട് ഞങ്ങൾ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഞങ്ങൾ 3-4 പ്രാവശ്യം നടത്തി പരാജയപ്പെട്ട നെയിം മീറ്റിംഗ് ചലഞ്ച് ഇന്നങ്ങ് പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്നങ്ങ് തുടങ്ങി തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ നെയിം മീറ്റിംഗ് ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചേട്ടനെ തിന്നാനാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. ജാക്സൺ, JACKSON, ജാക്സൺ ലെറ്ററാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെറുതെ ജെയും എയും ഒക്കെ തിന്നുന്നതിലും ഭേദം നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ട് കഴിച്ചൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കോഴിക്കോട്ടിലേക്കുള്ള സംഭാവന വാങ്ങാൻ പോകുമ്പോൾ അതുകൂടി അങ്ങ് നടത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ നെയിം മീറ്റിംഗ് ചലഞ്ചിൽ ഇപ്പം ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന തലമൂത്ത കാരണവരാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ആരുടെ പേര് ഈറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ കമൻ്റ് ഇടണം. അപ്പം നമ്മൾ അടുത്തത് ആ പേര് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഫസ്റ്റ് ലെറ്റർ ജെ കഴിക്കാം. കാര്യം പറഞ്ഞ് ഇഷ്ടംപോലെ ജാക്ക് ഫ്രൂട്ട് കഴിച്ചു, പക്ഷെ അത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഇനി ജെ കൂട്ടി എന്ത് വാങ്ങാം എന്ന് നമ്മൾ തീരുമാനിച്ച് ഇനി അടുത്തത് എന്തായിരിക്കും കഴിക്കുക എന്ന് നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ജെ എന്ന ലെറ്ററിൽ നിന്നും വാങ്ങിയത് എടുത്ത് കാണിക്കടാ. അപ്പൊ ജയില് നമ്മൾ ആദ്യം വാങ്ങിയത് ജിലേബിയാണ് കേട്ടോ. ജയ കൂട്ടി അങ്ങനെ അധികം ഒന്നും കിട്ടിയില്ല. അപ്പൊ ജിലേബി നമുക്ക് കഴിക്കാം. സ്റ്റോപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അതിലേക്കൂടി ചേട്ടൻ ആദ്യം ചേട്ടനെ തിന്ന, ഞാനും ആൽസൂട്ടനും ചേട്ടനെ തിന്നാം. ഇനി അടുത്തത് എ ലെറ്ററാണ് കേട്ടോ. എ ലെറ്റർ എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ആ കൂട്ടിലേക്ക് വെച്ചാടാ. അപ്പൊ നമ്മള് ബ്രദേഴ്സിൽ നിന്നാണ് വാങ്ങിയേ. കോട്ടയങ്കാവ് ബ്രദേഴ്സ് ബേക്കറിയിൽ നിന്നാണ് വാങ്ങിയത്. ബേക്ക് പാലസ് മുതലക്കുടത്താണ് കേട്ടോ. മുതലക്കുടത്ത് എത്തിയിട്ട് നമ്മുടെ മുതലക്കുട പള്ളിയിൽ പെരുന്നാളായിട്ടുണ്ട്. പെരുന്നാൾ 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. മെയ് 1-ാം തീയതി വരെ പെരുന്നാളാണ്. പ്രധാന പെരുന്നാൾ ഏപ്രിൽ 23-ഉം 24-ഉമാണ്. ഇരാറ്റുപേട്ട അരുവിത്ര പള്ളിയിലും സെയിം ദിവസം തന്നെയാണ് പെരുന്നാൾ. ഗീവർഗീയ സഹദായുടെ നാമത്തിലുള്ള പള്ളി ആയതുകൊണ്ട് കോഴി പെരുന്നാളെന്ന് പറയും. ഒരുപാട് കോഴികളെ നേർച്ച കൊടുക്കുന്ന, അതിന് നേർച്ച കിട്ടുന്ന പള്ളിയാണ് കേട്ടോ. അപ്പം അതാ അലങ്കാരങ്ങളൊക്കെ ഇപ്പോഴേ തന്നെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? അപ്പം അതാ അലങ്കരിച്ചിട്ടുണ്ട് പള്ളിയുടെ
ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രിയിൽ വന്നാലാണ് നമുക്ക് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ മുതലക്കുടത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ തൊടുപുഴയാണ് പോകുന്നത്. തൊടുപുഴ കാർഡ്സിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു പെറ്റ് ഷോപ്പുണ്ട്. അവിടെ പറയുന്ന പോലെ കോഴികളും താറാവുകളും പക്ഷികളും ഒക്കെ ഉള്ളതാണ്. നമ്മൾ 2 തവണ പോയിട്ടും ഷോപ്പ് അടച്ചു പോയി. നമ്മൾ 6 മണിക്ക് ശേഷമാണ് ചെന്നത്. 6 മണി ആകുമ്പോഴത്തേക്ക് അത് അടയ്ക്കും. അതുകൊണ്ട് നമുക്ക് കയറാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ഏതായാലും പോയിട്ട് വരാം. അടുത്തത് ലെറ്ററാണ് എ ആണ്. എ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ കടയുടെ മുമ്പിലെത്തി. ഞങ്ങൾ കയറിച്ചല്ല. അപ്പോൾ ഇതാ നമ്മൾ കടയുടെ മുമ്പിലെത്തി കേട്ടോ. ഇതാണ് ലൈവ് മാർട്ട് എന്ന് പറയുന്ന ഷോപ്പാണ്. അതായത് പെറ്റ് ഷോപ്പ്. മുട്ടക്കോഴികൾ, അലങ്കാര കോഴികൾ, കറുക കുഞ്ഞുങ്ങൾ. നമ്മൾ കഴുകത്തിൽ വാങ്ങിയത് ഇവിടെ നിന്നാണ്. അപ്പോൾ അതാ നമ്മൾ പെറ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കോഴി കുഞ്ഞുങ്ങളുണ്ട്. അവരിതാ ഇങ്ങനെ തീറ്റയൊക്കെ തിന്നും. എന്നടാ 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 അവൻ എനിക്കിട്ട് കൊത്തിയിടാ. പൂവനാത് പേടിയില്ല, അവന് പേടിയില്ലേ. കിനിക്കോഴി പറന്നു പോവും. അങ്ങനെയുണ്ട്. അത് പൂവനാ നിനക്ക് മനസ്സിലായ? ഓഹോ. അപ്പം നമ്മൾ ഗിനിക്കോഴിനെ വാങ്ങാൻ വന്നതാണ് കേട്ടോ. ഇവിടെ ധാരാളം കോഴികളൊക്കെ വന്നിട്ടുണ്ട്. കാർഡ്സിലുള്ളൊരു ഷോപ്പാണ്. നമ്മൾ കോഴിയൊക്കെ വാങ്ങി തിരിച്ചു വരുവാണ്. എ ഫോർ അടുത്ത ലെറ്റർ എ ആണ്. നമ്മൾ ചെറുപ്പകാലം മുതലേ പഠിക്കുന്ന കാര്യമാണ്. എ ഫോർ ആപ്പിൾ. അപ്പം നമ്മൾ അടുത്തത് ചേട്ടൻ്റെ ലെറ്ററിൽ ആപ്പിൾ കടിക്കാനായിട്ട് പോവുകയാണ്. കടിച്ചോളൂ. ഇത് തിന്നണില്ലേ? എനിക്ക് ചേട്ടാ. ആ അതിലേക്ക് ഇട്ട് വെച്ചരാ. അങ്ങനെ ഫോർ ആപ്പിൾ. നമുക്ക് സി ആണ് അടുത്ത ലെറ്റർ. സി എന്താന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കഴിച്ചോണ്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇവിടെ ഒരു പെറ്റ് ഷോപ്പുണ്ട്. അവിടെ കയറി നമ്മൾ നോക്കുക ഗിനിക്കോഴി കുഞ്ഞുങ്ങളെ. ഇവിടുന്ന് തീരെ ചെറുതാണ്. അതിന് 350 രൂപയുമായി. അപ്പം നമുക്ക് അടുത്ത നമ്മളിതാ ബ്രദേഴ്സ് കേക്ക് ലേക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സാധനം തിന്നാൻ വാങ്ങണം നമ്മുടെ നെയ്മീറ്റ് ചലഞ്ചുമായിട്ട്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് കഴിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങ് കഴിച്ചാൽ മാത്രം മതി. അപ്പം ഇനി അടുത്ത ലെറ്ററാണ് നമ്മൾ സി. സി എന്താണ്? സി ആണ് ക്യാമറി ഐസ്ക്രീമിന്റെ ചോക്കോബാർ. സിയും ക്യാമറിയും സിയ, ചോക്കോബാറും സിയ. അപ്പോൾ ചോക്കോബാർ വേണ്ട. ഓ, എനിക്ക് പൊട്ടിക്കാനായിട്ട് ആരുടെ ആവശ്യമില്ല. എനിക്ക് തന്നെ പൊട്ടിച്ച് തിന്നാൻ അറിയാം. പല്ലു പൊളിച്ച്. അപ്പം അതാ സി ചോക്കോബാർ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ
ചോക്കോബാറൊക്കെ കഴിച്ച് നമ്മൾ മുൻപോട്ട് വണ്ടി എടുത്തു. ഇനി അടുത്തത് സി കഴിഞ്ഞാൽ കെ ആണ്. ജാക്സന്റെ അടുത്ത ലെറ്റർ കെയിൽ നമ്മൾ വാങ്ങിയതാണ് കിറ്റ്കാറ്റ്. കാറ്റ് പൊട്ടിച്ചോ. നമ്മൾ വലിയ സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കണില്ല. കാരണം അല്ലാണ്ട് ഒറ്റ ദിവസം കഴിക്കാനുള്ള വയറില്ല. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ബീഫ് കറിയൊക്കെ കൂട്ടി ചോറുണ്ണാനുള്ളതാണ് ബീഫ്. അപ്പോൾ ഇതാ കിറ്റ്കാറ്റ് ഒടിച്ചിട്ട് പകുതി ഒരെണ്ണം നീ തിന്നോളോ ചേട്ടാ. കിറ്റ്കാറ്റ് അവൻ തീരാറായി. അപ്പൊ നമ്മളങ്ങനെ കിറ്റ്കാറ്റ് കഴിച്ചു. നമ്മൾ തിരിച്ച എവിടെ നിന്നാണോ നമ്മൾ ആരംഭിച്ചത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നെയിം മീറ്റിംഗ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് ജിലേബി അല്ലായിരുന്നോ? അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ തന്നെ എത്തിയിട്ടുണ്ട് പട്ടയംകവലയിൽ. ഇനി അതിൻ്റെ അപ്പുറത്തൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്, നമ്മൾ അവിടെ ഒന്ന് കയറും. ആ സൈഡിലേക്ക് നിർത്തുമോ അത് ഇപ്പുറം നിർത്തുമോ വണ്ടി? അലങ്കാരക്കുഴി പോയില്ല ചേട്ടാ. 20,000 രൂപ റേറ്റ്. 20,000. അപ്പോൾ അത് ഹാൻസ് അക്വാ ഫാമിൽ നമുക്ക് ഇവിടെ ഗിനിക്കോഴിയെ നോക്കിയിട്ട് പോകാവേ. അതിൻ്റെ റേറ്റ് ഒന്ന് നോക്കി ചോദിച്ചിട്ട് പോകാം. അപ്പോൾ ഹാൻസ് അക്വാ ഫാമിൽ നമുക്ക് ഗിനിക്കോഴി ഉണ്ടായില്ല, തീർന്നെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ഏതായാലും ഇത്ര നേരം കഴിച്ചു. ഇനി എന്തെങ്കിലും കുടിക്കാം. അപ്പം അടുത്ത ലെറ്റർ എസ്. ഫോർ സ്പ്രൈറ്റ്. എസ് ഫോർ സ്പ്രൈറ്റ്. എസ് ഫോർ സ്പ്രൈറ്റ്. എസ് ഫോർ സ്പ്രൈറ്റ്. അപ്പം ചേട്ടൻ എന്താ സ്പ്രൈറ്റ് കുടിക്കാൻ പോവുകയാണ്. ഇതിനെന്തൊരു പൊട്ടിച്ചില്ല. ഞാൻ കുറേ നേരമായിട്ട് നോക്കിയിരിക്കുന്നു. കുടിക്കട്ടെ. ആ സ്പ്രൈറ്റ് ജോക്ക്. എസ് ഫോർ സ്പ്രൈറ്റ്. ആൻസൂട്ടൻ ഇപ്പോൾ സ്പ്രൈറ്റ് കുടിക്കും. കുടിച്ചോ? എനിക്ക് 7up ഇഷ്ടം. വാ പോകാം. അപ്പോൾ അതാ നമ്മൾ പോകുവാണ് കേട്ടോ. ഇനി ഓയല്ലേ ചേട്ടാ? ജാക്സൺ ഓയാണ്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. അപ്പം എല്ലാവരും അടുപ്പിച്ചടുപ്പിച്ച് കഴിച്ചാൽ എല്ലാവരുടെ വയറ്റിൽ കിടന്ന് സാമ്പാറാകും, പിന്നെ അവിയലാകും, പിന്നെ ഇഞ്ചിക്കറി മാങ്ങാപ്പുളിശ്ശേരി ആകും. പോവാം. അപ്പം നമുക്ക് അന്ന് നമ്മൾ കുറേ ഗിനിക്കോഴീനെ കണ്ടതാണ്. അതിനകത്ത് പൂവൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മളന്ന് വാങ്ങിയില്ല. പക്ഷെ അത് നല്ല മുഴുത്ത കോഴിയായിരുന്നു. 400 രൂപ ഉണ്ടായുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ വാങ്ങിയപ്പോൾ കണ്ടില്ലേ 350 രൂപയ്ക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയത്. വില കൂടുതലായിരുന്നു കാർഡ്സിൽ. അവിടെ പക്ഷെ ഒത്തിരി കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇരിക്കോഴി കുഞ്ഞുങ്ങൾ, കറുത്ത കോഴിക്കുഞ്ഞുങ്ങൾ, പിന്നെ സാധാരണ കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ട്. കപ്പ വാങ്ങണ്ടോ ചേട്ടാ? ബീഫിന് ചോറിരിപ്പുണ്ട്. കലക കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. താറാവ് കുറേ ഉണ്ട്.
എങ്ങനെയെങ്കിലും നമുക്ക് നമ്മൾ 2 ഗിനിക്കോഴിയെ വാങ്ങിച്ചു. ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും ഗിനിക്കോഴി കിട്ടുവാണെങ്കിൽ നമുക്ക് വാങ്ങാം. അത് മാത്രമല്ല, തൊടുപുഴ ഏരിയയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഗിനിക്കോഴി കുഞ്ഞുങ്ങളെയോ ഇതുപോലെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടുവാണെങ്കിൽ, അറിയുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിനിയിപ്പം നമ്മൾ കോഴിക്കൂട് വാങ്ങണേ. നമ്മൾ ഇവിടുന്ന് കോഴിക്കൂട് വാങ്ങി നമ്മൾ വണ്ടിയിൽ അവർ വീട്ടിൽ വണ്ടിക്കുല്ല നമ്മൾ കൊണ്ട് കൊടുത്തു. അവർ വണ്ടി വിളിച്ചു. പക്ഷെ അത് നഷ്ടമൊന്നുമില്ലായിരുന്നു. അതെന്തോ ഇപ്പൊ എന്നാണേലും നമ്മള് തിരിച്ചതാ ഞറുക്കുറ്റി വളവിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓ ഓ ഓ ഓ കാറിലിരുന്നപ്പോ എന്താ ആശ്വാസം. വീട്ടിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വല്ല മഴക്കാറൊന്നും ഇല്ലല്ലോ. ഇന്നലെ രാത്രി മഴയൊന്ന് തൂളി. അത് കണ്ടപ്പോ ഞാനൊന്ന് ആശ്വസിച്ചു. ദൈവമേ മഴ പെയ്യൂലോ എന്ന് ഓർത്ത്. മഴ പെയ്തില്ല, ഒരു കുന്തവും പെയ്തില്ല. ആവി എടുത്തിട്ട് കിടക്കാനും പാടില്ല. എന്തൊരു കഷ്ടമായി പോയി എന്നോർക്ക്. എന്തൊരു കഷ്ടമായി പോയി. എന്തൊരു കഷ്ടം. അതാണ് ഞറുക്കുറ്റി വളവ്. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. പച്ച നെറ്റ് കാണുന്ന കിണറാണ്. ഇതൊരു വലിയ വളവാണ്. സുഹൃത്തുക്കളെ, നമ്മള് അടുത്ത ലെറ്റർ ഓ ആണ്. ഓ ഫോർ ഓറഞ്ച്. ഓക്ക് നമ്മള് ഓറഞ്ച്. ഓ കൂട്ടി വേറെ ആൾക്ക് ലെറ്റർ ഉള്ള ഫുഡ് വല്ലതും ഉണ്ടോ? ഉള്ളിവട. എടാ അത് യൂനിയൻ എടുക്കാടാ ഉള്ളിവട. അപ്പൊ നമ്മള് ഓ ഫോർ ഓറഞ്ച്. നമ്മളെന്തായാലും വീടിന്റെ അങ്ങോട്ടുള്ള വഴിയിലേക്ക് ഇറങ്ങി നമ്മളിതാ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ വീട്ടിലെത്താൻ പോവുകയാണ്. നമ്മുടെ ഗിനിക്കോഴി കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പുതിയ വീട്, പുതിയ അറ്റ്മോസ്ഫിയർ, പുതിയ കൂട്ടുകാർ, പുതിയ വീട്ടുകാർ, പുതിയ നാട്ടുകാർ, അങ്ങനെ എല്ലാം നമ്മുടെ ഗിനിക്കോഴി കുഞ്ഞുങ്ങൾക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കോഴി ഫാമിലേക്ക് വെറൈറ്റി ഗിനിക്കോഴി കൂടി. ഗിനിക്കോഴി വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഴജന്തുക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇങ്ങനെ അപരിചിതര പട്ടി, പൂച്ച, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് നമ്മുടെ ഗിനിക്കോഴികൾ വല്ലാതെ ഷൗട്ട് ചെയ്യും. പിന്നെ അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. പോയി കൊത്താനാണെങ്കിൽ പോലും അവർക്ക് പേടിയൊന്നുമില്ല. ഇങ്ങനെ നടന്നോളും, കാട്ടുകോഴി നടക്കും പോലെ. അവരെ കൊണ്ട് നമുക്ക് വലിയ ശല്യോ ഇല്ല. അവൻ തന്നെ പൊളിച്ച് തിന്നുവാണോ? ഓരോ ഓറഞ്ച് പൊളിക്കാൻ ഇവൻ എന്നത്തിന് ഈ പാകമാണ്. അത് മുസാമ്പി പോലത്തെ, പക്ഷെ ഇതിന് മധുരം ഉള്ളത്. ആ മിറ്റത്തേക്ക് ഇട്ടേക്കരുത് കേട്ടോ. ഞാൻ മിറ്റം അടിച്ചു വാരി മടുത്തതാ. കേട്ടാ അത്താണോ എടുക്കണോ? ഓക്കെ ഉണ്ട്. ശേ കറി വേണം കേട്ടാ. പിടിച്ചോടാ. വേണ്ടായിരുന്നു. പുളിയായിരുന്നു, പുളി. എല്ലാവരുടെ മുഖം ഇഞ്ചി കടിച്ച ഉറങ്ങനെ പോലെ ഉണ്ട്. ഓ അവനങ്ങ് സൗന്ദര്യത്തോടു കൂടി എക്സ്പ്രഷൻ ഇട്ടിരിക്കണം. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്നെ കൂട്ടി നമ്മൾ എന്ത് കഴിക്കണം എന്ന് ആലോചിച്ചപ്പോ നമുക്ക് നട്ട്സ് വന്നു, പിന്നെ നെയ് റോസ്റ്റ് വന്നു, പിന്നെ നെയ്ച്ചോറ് വന്നു, പിന്നെ നൂഡിൽസ് വന്നു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ വന്നു. അപ്പൊ എന്നെന്താന്ന് നമുക്ക് കാണാനും നമുക്ക് കോഴിയെ ഇറക്കി കൊണ്ടുവിടാം. അങ്ങനെ നമ്മൾ ഗിനിക്കോഴിയൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. 2 പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു. തീരെ ചെറുതായിരുന്നെങ്കിലും ഒരെണ്ണത്തിന് 350 രൂപയായിരുന്നു വില. അങ്ങനെ 700 രൂപ കൊടുത്താണ് നമ്മൾ 2 ഗിനിക്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിയത്.
അപ്പോൾ ഒരു കവറിലാക്കി അവർ തന്നെ നല്ല സേഫ് ആക്കി തന്നു. ഗിനിക്കോഴി കുഞ്ഞുങ്ങളെ നേരത്തെ വളർത്തി നമുക്ക് ആർക്കും പരിചയമുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഗിനിക്കോഴിയെ തൊടുന്നതും കാണുന്നതും ഒക്കെ. ഇത്രയേറെ തൊട്ടടുത്തൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെറ്റ് ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് എന്തുകൊണ്ടോ നോക്കിയിരുന്നില്ല. ഞാൻ നേരത്തെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഗിനിക്കോഴിയെ വളർത്തണമെന്ന്. എന്താണെങ്കിലും വളർത്താൻ കൊണ്ടുവന്ന ഗിനിക്കോഴിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആൻസൂട്ട് എന്താ ഗിനിക്കോഴിയും കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ താറാ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രായമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ അഴിച്ചു വിടാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇത് പറക്കുമോ ഇല്ലയോ, നടക്കുമോ, വല്ലതും തിന്നുമോ, ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. ഒന്നും അറിയാതെയാണ് നമ്മളിതാ ഗിനിക്കോഴിയും കൊണ്ട് വീട്ടിലെത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്കൊന്ന് അഴിച്ചു വിട്ട് നോക്കാം. അതുങ്ങളിങ്ങനെ നടക്കുന്ന കാണാൻ അതുങ്ങളുടെ സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ വന്ന വഴി തന്നെ ഡ്രസ്സൊന്നും ചേഞ്ചൊന്നും ചെയ്തില്ല. നേരെ നമ്മളിതാ നമ്മുടെ ഫാമിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആൻസൂട്ടനാണ് ഗിനിക്കോഴിയെ അഴിച്ചു വിടാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ ആൻസൂട്ടൻ എന്താ താറാവിനാക്കി ഇട്ടിരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് നെറ്റൊക്കെ മാറ്റിയിട്ട് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അഴിച്ചുവിടാൻ കാലൊക്കെ നല്ല ടൈറ്റായിട്ട് അവർ സുരക്ഷിതമായിട്ട് കെട്ടിയാണ് തന്നത്. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുപോയി അങ്ങോടിപ്പോയാൽ പിന്നെ കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്താണെങ്കിലും നമുക്ക് ആ അവസ്ഥ ഒന്ന് കണ്ടു നോക്കാം. ഗിനിക്കോഴിയെ അഴിച്ചുവിടുന്ന ദൗത്യം ആൻസൂട്ടനാണത്. ആൻസൂട്ടൻ അത് ഭംഗിയായി ചെയ്തിട്ടുമുണ്ട്. ഞാൻ നിന്റെ പടക്കുഞ്ഞാണോടാ ഇവ നോക്കി വയ്ക്കുന്നത്? നമ്മുടെ താറാമക്കളൊക്കെ നിൽക്കുന്നുണ്ടോ? ഏതാണ്ട് തിന്നാനാന്ന് പറഞ്ഞതേ താറാ കുഞ്ഞുങ്ങളൊക്കെ ഓടിപ്പാഞ്ഞു തന്നെ. കാലേ കെട്ടടിക്കറിയാവോടാ? അയ്യോടാ കുഞ്ഞു കുഞ്ഞു. ആ ഇവളാണോ നിന്റെ പടച്ചി? എന്നാണെങ്കിലും ഒരെണ്ണം പറന്ന് അതിൻ്റെ പാട്ടിന് പോയി. ഇനി ഒരെണ്ണം ഉണ്ടൊരു ഇങ്ങോട്ട് തേക്കാം. ആ ചേച്ചി അതിലൊക്കെ നോക്കണ്ട. ആ ആ എന്നാണെങ്കിലും ഒരെണ്ണത്തിൻ്റെ പാട്ടിന് പോയി. ഇവിടെ കൊണ്ട് ഇപ്പം അടിക്കല്ലേ, കൂട്ടിൽ കയറ്റാൻ നേരത്ത് അടിച്ചാൽ മതി. എനിക്ക് പേടിയാ. ഇനി കൂട്ടിലൊക്കെ കയറാൻ നേരത്ത് നോക്കിയിട്ട് തിരിച്ചത് പറന്നു പോകരുത് കേട്ടോടാ. പതുക്കെ തുറന്ന് കയറ്റി വിടാവുള്ളൂ. അടച്ചോ അടച്ചോ അടച്ചോ. ആണ്ടേ ആ ചേച്ചി പറമ്പിന് ചുറ്റും നടന്ന് നോക്കുക പാവം. എന്തേ ഗിനിക്കുഞ്ഞെന്തേ? അയ്യോടാ അത് തീരെ ചെറുതാ. വായ അടക്കി നിൽപ്പുണ്ട്. എന്താണെങ്കിലും അത് പറന്നത് റബ്ബർ തോട്ടത്തിൽ കൂടെ ചാടി ഓടിക്കളഞ്ഞ് പറന്നുപോയി. പറഞ്ഞേ ഉള്ളൂ, ഇത് പറന്ന് കാട്ടിലിത് കാണൂല. പറന്നു പോയാലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് കാട്ടിൽ കയറി കിടക്കണ കോഴിയാന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് ശരിക്കുള്ള കാട്ടുകോഴി അല്ലല്ലോ. അവിടുന്ന് പറഞ്ഞേ എവിടെന്ന്? അപ്പുറത്തേന്ന്. അപ്പുറത്തെ ആ വീട്ടിൽ അപ്പുറത്തെ പറമ്പിൽ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാമത് കരിയിലയുടെ കളറാ.
എന്താണേലും അതിലൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. 350 രൂപ വെള്ളത്തിൽ പോയി. ഒരു ചുരിദാർ വാങ്ങായിരുന്നു. നെയ് മീറ്റിംഗ് ചലഞ്ച് നടത്തിയിട്ട് നെയ് മീറ്റിംഗ് എല്ലാം ദഹിച്ചു. അതിനും എല്ലാം ബാക്കിയുണ്ടോ നോക്കട്ടെ. പിന്നെ അപ്പതേ നമ്മള് രാത്രി ആയിട്ട് നമ്മള് ഗിനിക്കോഴിനെ തപ്പി നടന്നിട്ട് ഗിനിക്കോഴിനെ കിട്ടിയില്ല. പിന്നെ നമ്മള് രാജനെ കാണാൻ തറവാട്ടിൽ പോയി. അപ്പൊ ഇനി ഒരെണ്ണം കൂടി നമുക്ക് കഴിക്കാനുണ്ടല്ലേ. ഏതക്ഷര? എൻ കൂട്ടി നമ്മള് വാങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭയങ്കര നൊക്ലാച്ചിയായ നൊസ്റ്റാൾജിക്കായ എന്താണെന്ന് എല്ലാരും പറഞ്ഞു. എന്നാ ജാക്സന്റെ അവസാനത്തെ ലെറ്റർ നമുക്ക് കഴിക്കാം. നാരങ്ങ മുട്ടായി നാരങ്ങ മുട്ടായി. എങ്ങനെയാ പാട്ട്? ഞാനൊന്ന് തൊട്ടപ്പോ നാരങ്ങ മുട്ടായി. ആ അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാ എന്റെ ഉദ്ദേശം പുറത്തെ വീഡിയോ കേട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.